ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പി സി ടിപ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്റർ ലെൻസുകൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ SCERT പുതിയ ടെക്സ്റ്റ് ബുക്കും ഉണ്ട്, അതുപോലെ പഴയ ടെക്സ്റ്റ് ബുക്കുകളും നന്നായി പഠിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്റർ ലെൻസുകൾ. ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നുള്ളൂ. ടെക്സ്റ്റ് മുഴുവൻ നമുക്കിങ്ങനെ വായിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലേ? അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളതെന്ന്. അപ്പോൾ ലെൻസുകൾ ഏതൊക്കെയാണ്? കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഉണ്ട്, അല്ലേ? അപ്പോൾ അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമമാണ് ലെൻസ്. അപ്പോൾ എന്താണ് ലെൻസ്? അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമമാണ് ലെൻസ്. അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമമാണ് ലെൻസ്. അപ്പോൾ ഈ ലെൻസിൻ്റെ ഓരോ പാർട്സുകൾ ഏതൊക്കെയാണ്? പ്രകാശിക കേന്ദ്രം, ലെൻസിൻ്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം. ലെൻസിൻ്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം. അപ്പോൾ എന്താ വക്രതാ കേന്ദ്രം? ലെൻസിൻ്റെ ഓരോ അപവർത്തന പ്രതലവും ഗോളത്തിൻ്റെ ഭാഗമാണ്. ഈ ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് വക്രതാ കേന്ദ്രങ്ങൾ. അപ്പോൾ ആ ഗോളമായിട്ട് വരുന്ന ആ ലെൻസിൻ്റെ ഭാഗം, അല്ലേ? ലെൻസിൻ്റെ ഓരോ അപവർത്തന പ്രതലവും ശരിക്കും ഒരു ഗോളത്തിൻ്റെ ഭാഗമാണ്. ഈ ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് വക്രതാ കേന്ദ്രങ്ങൾ. അപ്പോൾ എന്താണ് പ്രകാശിക അക്ഷം? ലെൻസിൻ്റെ വക്രതാ കേന്ദ്രങ്ങളിലൂടെയും പ്രകാശിക കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശിക അക്ഷം. ലെൻസിൻ്റെ വക്രതാ കേന്ദ്രങ്ങളിലൂടെയും പ്രകാശിക കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശിക അക്ഷം. അപ്പർച്ചർ എന്താ? ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുന്ന ഭാഗത്തിൻ്റെ പരപ്പളവാണ് അപ്പർച്ചർ. ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുന്ന ഭാഗത്തിൻ്റെ പരപ്പളവാണ് അപ്പർച്ചർ. ഇനി നോക്കാനുള്ളത് മുഖ്യ ഫോക്കസാണ്. എന്താണ് മുഖ്യ ഫോക്കസ്? ഇത് കോൺകേവ് ലെൻസിനും കോൺവെക്സ് ലെൻസിനും മുഖ്യ ഫോക്കസ് ഉണ്ട്. എന്താണ് കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ്? കോൺവെക്സ് ലെൻസിൻ്റെ പ്രകാശിക അക്ഷത്തിന് സമീപത്തുകൂടി സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിനു ശേഷം ലെൻസിൻ്റെ മറുവശത്ത് പ്രകാശിക അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ സംരചിക്കുന്നു. ഈ ബിന്ദുവാണ് കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ്. എന്താണ് കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ്? കോൺവെക്സ് ലെൻസിൻ്റെ പ്രകാശിക അക്ഷത്തിന് സമീപത്തു കൂടി സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിനു ശേഷം ലെൻസിൻ്റെ മറുവശത്ത് പ്രകാശിക അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ സംരചിക്കുന്നു. ഈ ബിന്ദുവാണ് കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ്. F എന്ന ലെറ്ററോട് സൂചിപ്പിക്കുന്നു. ഇനി നോക്കാനുള്ളത് ഫോക്കസ് ദൂരം, ഫോക്കൽ ലെങ്ത്. എന്താണ് ഫോക്കൽ ലെങ്ത്? ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം. ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം. അത് സ്മോൾ ലെറ്റർ F കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അറിയാനുള്ളത് യഥാർത്ഥ പ്രതിബിംബം എന്താണെന്നാണ്. സ്ക്രീനിൽ പതിപ്പിക്കാവുന്ന പ്രതിബിംബങ്ങളാണ് യഥാർത്ഥ പ്രതിബിംബങ്ങൾ. സ്ക്രീനിൽ പതിപ്പിക്കാവുന്ന പ്രതിബിംബങ്ങളാണ് യഥാർത്ഥ പ്രതിബിംബങ്ങൾ അഥവാ റിയൽ ഇമേജസ്. അപ്പോൾ ഈ ഒരു പ്രതിബിംബം, നമുക്കൊരു വസ്തുവിൻ്റെ പ്രതിബിംബം കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് യഥാർത്ഥ പ്രതിബിംബങ്ങളാണ്. ഇനി നമുക്കറിയാം, ലെൻസിൻ്റെ ഏത് ഭാഗത്ത് വസ്തു വെച്ചാൽ എവിടെയാണ് പ്രതിബിംബം കിട്ടുക, പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ ഒരു കോൺകേവ് ലെൻസ് ആണെങ്കിൽ അതിൻ്റെ 2F'നപ്പുറത്ത് വസ്തു വെച്ച് കഴിഞ്ഞാൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? 2F'നും F'നും ഇടയിലായിരിക്കും. പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ: ചെറുത്, തലകീഴായത്, യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. ഇനി 2F'ലാണ് വെക്കുന്നതെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം മറുഭാഗത്ത് 2F'ൽ തന്നെയായിരിക്കും. അവിടെയും പ്രതിബിംബത്തിൻ്റെ സവിശേഷത എന്താ? യഥാർത്ഥം, തലകീഴായത്, അതേ വലുപ്പം. ഇനി 2F'നും F'നും ഇടയിലാണ് വസ്തു വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രതിബിംബം മറുഭാഗത്ത് 2F'ന് അപ്പുറത്തായിരിക്കും. അവിടെയും പ്രതിബിംബത്തിൻ്റെ സവിശേഷത എന്താണ്? യഥാർത്ഥമാണ്, തലകീഴായതാണ്, അതുപോലെ വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബമാണ് കിട്ടുക. ഇനി വസ്തുവിൻ്റെ സ്ഥാനം F'ൽ, മുഖ്യ ഫോക്കസിൽ തന്നെയാണ് വസ്തു വയ്ക്കുന്നതെങ്കിൽ പ്രതിബിംബം എവിടെയായിരിക്കും? പ്രതിബിംബം കൃത്യമായിട്ട് നമുക്ക് കിട്ടില്ല. ആ രേഖയെ കൂട്ടിമുട്ടാതെ ഗുണാനന്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ പ്രതിബിംബത്തിൻ്റെ സവിശേഷത എന്താ? പ്രതിബിംബം വലുതായിരിക്കും, തലകീഴായതായിരിക്കും, യഥാർത്ഥമായിരിക്കും. ഇനി F'നും ലെൻസിനും ഇടയിലാണ് വസ്തു വെച്ചിരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്, F'നും ലെൻസിനും ഇടയിൽ വസ്തു വയ്ക്കുമ്പോൾ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം ഇവിടെ തന്നെ ആയിരിക്കും, അതേ വശത്ത് തന്നെ ആയിരിക്കും അല്ലേ? വസ്തു എവിടെയാണോ വെച്ചിരിക്കുന്നത് അതിൻ്റെ അതേ വശത്ത് തന്നെ ആയിരിക്കും. ആ പ്രതിബിംബം എന്തായിരിക്കും? മിഥ്യാ പ്രതിബിംബമായിരിക്കും. അതുപോലെ നിവർന്നതാണ്, വലിയ ഇതായിരിക്കും, വസ്തുവിനേക്കാൾ വലുതുമായിരിക്കും അല്ലേ? അപ്പോൾ ആ പിക്ചറിലൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് മിഥ്യാ പ്രതിബിംബമാണ്, അതുപോലെ നിവർന്ന പ്രതിബിംബവുമാണ്. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും എന്നാൽ നമുക്ക് കാണാൻ മാത്രം കഴിയുന്നതുമായ പ്രതിബിംബങ്ങളാണ് മിഥ്യാ പ്രതിബിംബങ്ങൾ. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും എന്നാൽ നമുക്ക് കാണാൻ മാത്രം കഴിയുന്നതുമായ പ്രതിബിംബങ്ങളാണ് മിഥ്യാ പ്രതിബിംബങ്ങൾ. അപ്പോൾ അതിൽ വസ്തുവിൻ്റെ സ്ഥാനം F'നും 2F'നും ഇടയിലാണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? അതേ വശത്ത് തന്നെയായിരിക്കും. സ്വഭാവം എന്താണ്? യഥാർത്ഥവും മിഥ്യയുമായിരിക്കും. അതുപോലെ അത് നിവർന്ന പ്രതിബിംബമായിരിക്കും, വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും അല്ലേ? F'നും 2F'നും ഇടയിലാണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ വലുപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. F'നും ലെൻസിനും ഇടയിലാണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം ഇവിടെ തന്നെയായിരിക്കും, അതേ വശത്ത് തന്നെയായിരിക്കും. പ്രതിബിംബം മിഥ്യാ പ്രതിബിംബമാണ്. പ്രതിബിംബത്തിൻ്റെ സ്വഭാവം നിവർന്നത്, വസ്തുവിൻ്റെ വലുപ്പം ചെറുതുമായിരിക്കും. അടുത്തത് ലെൻസ് സമവാക്യം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ലെൻസ് സമവാക്യമാണ്. 1/f = 1/v - 1/u. ഈ സമവാക്യത്തിൽ നിന്ന് നമുക്ക് എഫ് കണ്ടുപിടിക്കണമെങ്കിൽ uv/u - v എന്നും എഴുതാം. അപ്പോൾ ഫോക്കസ് ദൂരം പോസിറ്റീവ് ആയാൽ യഥാർത്ഥവും കോൺവെക്സ് ലെൻസും ആയിരിക്കും. അപ്പോൾ ഫോക്കസ് ദൂരം എഫ് പോസിറ്റീവാണ് കിട്ടുന്നതെങ്കിൽ അതിലെ പ്രതിബിംബം യഥാർത്ഥവും അത് കോൺവെക്സ് ലെൻസുമായിരിക്കും എന്നാണ് പറയുന്നത്. പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആവർത്തനം. പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആവർത്തനം. ഇതിന് യൂണിറ്റ് ഇല്ല, ആവർത്തനത്തിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ ആവർത്തനം സമം പ്രതിബിംബത്തിൻ്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരം, HI/HO. ആവർത്തനം സമം പ്രതിബിംബത്തിൻ്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരമാണ്. അതുപോലെ ഈ ലെൻസുകൾ ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ലെൻസുകൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കണ്ണട, സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നീ ഉപകരണങ്ങളിലെല്ലാം ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് പവറാണ്. എന്താണ് പവർ? ഫോക്കസ് ദൂരത്തിൻ്റെ വ്യുൽക്രമത്തെ പവർ എന്ന് പറയുന്നു. ഫോക്കസ് ദൂരം നമ്മൾ പറഞ്ഞു അല്ലേ, എഫ്. അതിൻ്റെ വ്യുൽക്രമം 1/f ആണ് എന്ത്? പവർ എന്ന് പറയുന്നത്. ഫോക്കസ് ദൂരത്തിൻ്റെ വ്യുൽക്രമത്തെ പവർ എന്ന് പറയുന്നു. ഫോക്കസ് ദൂരം കുറഞ്ഞ ലെൻസിൻ്റെ പവർ കൂടുതലായിരിക്കും. ഫോക്കസ് ദൂരം കുറഞ്ഞ ലെൻസിൻ്റെ പവർ കൂടും, ഫോക്കസ് ദൂരം കൂടിയ ലെൻസിൻ്റെ പവർ കുറയും. പവർ P = 1/f. 1 മീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിൻ്റെ പവർ ഒരു ഡയോപ്റ്ററാണ്. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്ററാണ്. അതിന് D എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഇനി എന്താണ് ഒബ്ജക്റ്റീവ്?
നിരീക്ഷിക്കേണ്ട വസ്തുവിനടുത്ത് വയ്ക്കുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ്. ഏത് വസ്തുവിനാണോ നിരീക്ഷിക്കേണ്ടത് അതിൻ്റെ അടുത്ത് വയ്ക്കുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ്. ഐ പീസ് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒബ്ജക്റ്റീവ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തെ ഏത് ലെൻസിലൂടെയാണോ നിരീക്ഷിക്കുന്നത് ആ ലെൻസാണ് ഐ പീസ്. ഇപ്പോൾ മൈക്രോസ്കോപ്പിലൊക്കെ കാണപ്പെടുന്നതാണ് ഈ ഐ പീസൊക്കെ. ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കൂട്ടുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ഗുണകരമല്ല. എന്തായിരിക്കും കാരണം? ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ദൂരം കൂടുതലാണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ വലുപ്പം കുറവായിരിക്കും, അതായത് ആവർത്തനം കുറവായിരിക്കും. അതിനാൽ ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ദൂരം കുറവായിരിക്കണം. ഇനി ഇതിൽ നിന്ന് വരാവുന്ന പ്രോബ്ലംസ് ആണ് കേട്ടോ. ഒരു കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 50 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ പവർ എത്രയായിരിക്കും? പവർ കാണാൻ നമുക്കറിയാം, ഫോക്കസ് ദൂരം തന്നിട്ടുണ്ടെങ്കിൽ 1/f ആണ്. അതുപോലെ കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് ഫോക്കസ് ദൂരം നെഗറ്റീവാണ്. അപ്പോൾ P സമം എന്ത് വരും? 1/f അല്ലേ? അപ്പോൾ 100/-50 -2d എന്നാണ് ആൻസർ വരിക. ഒരു ടെലിസ്കോപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന കണ്ടെത്തിയത്. പ്രസ്താവന ചോദ്യമാണ് കേട്ടോ. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ദൂരം കുറവും ഐ പീസ് ലെൻസിന് ഫോക്കസ് ദൂരം കൂടുതലുമായിരിക്കും. ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ദൂരം കൂടുതലും ഐ പീസ് ലെൻസിന് ഫോക്കസ് ദൂരം കുറവുമായിരിക്കും. ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസ് ലെൻസും കോൺകേവ് ലെൻസ് ആയിരിക്കും. ഒബ്ജക്റ്റീവ് ലെൻസ് കോൺകേവും ഐ പീസ് ലെൻസ് കോൺവെക്സ് ലെൻസുമായിരിക്കും. ഇതിലേതാണ് ശരി? ബി ആണ് അല്ലേ? ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ദൂരം കൂടുതലും ഐ പീസ് ലെൻസിന് ഫോക്കസ് ദൂരം കുറവുമായിരിക്കും. ഇനി മാച്ച് ചെയ്യാനാണ് കേട്ടോ. ABC കോളങ്ങൾ തന്നിരിക്കുന്നവയെ അനുയോജ്യമായി ചേർത്തെഴുതാം. ആവർത്തനം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു HI/HO ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആവർത്തനം കാണാനുള്ള ഇക്വേഷൻ അവിടെ B കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, HI/HO. ഇനി അതിൽ C എന്ന് ഏതാ തിരഞ്ഞെടുക്കേണ്ടത്? V/U ആണ്, V/U. ഇനി ലെൻസിൻ്റെ പവർ കാണാനുള്ള ഇക്വേഷൻ 1/f ആണ്, അതിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. അപ്പോൾ അത് 3 യോജിപ്പിക്കാം. യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നത് എന്താണ്? തലകീഴായ പ്രതിബിംബമാണ് യഥാർത്ഥ പ്രതിബിംബം കേട്ടോ. തലകീഴായി കാണപ്പെടുന്ന പ്രതിബിംബമാണ് യഥാർത്ഥ പ്രതിബിംബം. അതിൽ എന്തായിരിക്കും? HI നെഗറ്റീവായിരിക്കും അല്ലേ? ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കും. ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്റർ ആണ്. ഒരു വസ്തു ലെൻസിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. വ്യക്തമായ പ്രതിബിംബം ലഭിക്കാൻ സ്ക്രീൻ എത്ര അകലെ സ്ഥിതി ചെയ്യണമെന്ന് കണക്കാക്കുക. ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 1/f വെച്ചിട്ടാണ് ലെൻസ് സമവാക്യം. 1/f = 1/v - 1/u ആണ്. അപ്പോൾ 1/f തന്നിട്ടുണ്ട്, 1/20, 1/v - u തന്നിട്ടുണ്ട് അല്ലേ? എന്താ? 30 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. 1/v + 1/30 വരും. എന്നിട്ട് 1/v അപ്പുറത്തേക്ക് കൊണ്ടുപോയി, സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി 1/20 - 1/30 സമം ക്രോസ് ചെയ്തിട്ട് ഗുണിച്ച് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് v എന്ന് കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വസ്തുവിൻ്റെ ഉയരം 1.2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ സ്ക്രീനിൽ ദൃശ്യമാകുന്ന പ്രതിബിംബത്തിന് ഉയരം എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് v/u കണ്ടുപിടിക്കണം. v/u കാണണം. അപ്പോൾ 60/30 -30 -2 എന്ന് കിട്ടും. അതിൽ നിന്ന് ഇമേജിൽ കണ്ടുപിടിക്കുന്ന പ്രതിബിംബത്തിൻ്റെ ഉയരം അല്ലേ? അപ്പോൾ m/ho വരും. അപ്പോൾ -2 × 1.2 2.4 സെൻറ്റിമീറ്റർ. സ്ക്രീൻ അപ്പോൾ 2.4 സെൻറ്റിമീറ്റർ ആണ് പ്രതിബിംബത്തിൻ്റെ ഉയരം കിട്ടുക കേട്ടോ. പിന്നെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ സ്ക്രീൻ എത്ര അകലെ സ്ഥിതി ചെയ്യണം എന്ന് കണ്ടുപിടിച്ചത് എത്ര? v അല്ലേ കണ്ടുപിടിച്ചത് നമ്മൾ 60 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്ക്രീൻ 60 സെൻറ്റിമീറ്റർ അകലെ വെക്കേണ്ടി വരും. പിന്നെയും ഒരു പ്രോബ്ലം ആണ്. ഒരു കോൺവെക്സ് ലെൻസ് ഫോക്കസ് ദൂരം 100 മില്ലിമീറ്റർ ആണ്.
അതിൻ്റെ പ്രകാശിക അക്ഷത്തിൽ 15 മില്ലിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് 60 mm അകലെ സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ രേഖാചിത്രം ഗ്രാഫ് പേപ്പറിൽ വരച്ച പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും ഉയരം കണ്ടെത്തുക. അതൊന്നും വേണ്ട. വസ്തുവിലേക്കുള്ള അകലം 20 mm ആണെങ്കിൽ ആവർത്തനം കണക്കാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഫോക്കൽ ലെങ്ത്ത് 1/f = 1/v - 1/u വെച്ചിട്ട് ലെൻസ് സമവാക്യം എഴുതാം. 1/100 = 1/v - u - 60 തന്നിട്ടുണ്ട്. 1/v + 1/60 വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? v കണ്ടുപിടിക്കാം. പിന്നെ പവർ കാണാനുള്ള ക്വസ്റ്റ്യനാണ്. ഒരു കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 50 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ പവർ എത്രയായിരിക്കും എന്നാണ്. ഫോക്കൽ ലെങ്ത്ത് തന്നിട്ടുണ്ടെങ്കിൽ പവർ കാണാനുള്ള ഇക്വേഷൻ 1/f ആണ്. അപ്പോൾ അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ.